ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ചുരിദാർ മെറ്റീരിയൽസാണ്. മോസ്റ്റ്ലി നമ്മൾ ചുരിദാർ മെറ്റീരിയൽസാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് വിചിത്ര സിൽക്ക് കളക്ഷനാണ്. വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ള ഹെവി ആയിട്ടുള്ളൊരു ത്രെഡ് വർക്കും അതോടുകൂടി തന്നെ ഹെവി ആയിട്ട് ബീഡ്സ് വർക്കും വന്നിട്ടുണ്ട് ഈ മെറ്റീരിയലിന്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1299 രൂപയാണ്. ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. നിങ്ങൾ റേറ്റ് മാക്സിമം വോയിസ് കേൾക്കാനായിട്ട് ശ്രമിക്കുക. 1299 രൂപയാണ്. നെക്സ്റ്റ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്കും ഓർഗാൻസ ഷോളൊക്കെ വരുന്നൊരു സാൻഡോൺ ഫാബ്രിക്കാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. റേറ്റ് അറിയണമെന്നുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുതിയ അപ്ഡേഷൻസ് ആയത് കാരണം എല്ലാത്തിൻ്റെയും ഒന്നും റേറ്റ് വായിച്ച് എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷൻ വിത്ത് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. നിങ്ങൾ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റും അതുപോലെ തന്നെ ഫുൾ ഫോട്ടോസും കാണാവുന്നതാണ് കേട്ടോ. അതിന് മുന്നേ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്ഡേഷൻസൊക്കെ കറക്റ്റ്ലി കിട്ടുന്നുണ്ടാവും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ, ഗ്രൂപ്പിൽ മെസ്സേജല്ല, ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ഇടുന്ന നമ്പറുണ്ട്, 2 നമ്പറുണ്ട്. ഒരു നമ്പർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പരും അതല്ലാതെ വേറൊരു നമ്പറും കൂടിയുണ്ട്. ആ രണ്ടിൽ ഏത് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും നമ്മളത് അഫോർഡബിൾ റേറ്റിലുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ കൺഫേം ആക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല, നോ ക്യാഷ് ഓൺ ഡെലിവറി. അതുകൊണ്ട് ഓൺലൈനായിട്ട് ഫസ്റ്റ് തന്നെ പേയ്മെൻറ്റ് ചെയ്യണം. അതായത് ഓൺലൈനായിട്ട് നമുക്ക് പണം അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കൊറിയർ അയക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം പോസ്റ്റ് ഓഫീസ് വഴി ആയാലും അതുപോലെ തന്നെ ഈവൻ കൊറിയർ ഓഫീസ് ഇപ്പോൾ DTDC ആയാലും സ്പീഡ് ആൻഡ് സേഫ് ആയാലും പ്രൊഫഷണൽ ആയാലും ശ്രീമാരുതി ആയാലും അതുപോലെ തന്നെ കൊറിയർ ഏതായാലും നമ്മൾ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം മാത്രമേ അവർ നമ്മുടെ കൊറിയർ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് നിങ്ങൾ മാക്സിമം അത് കൊറിയർ അയക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കൊറിയർ അയക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേയധികം കസ്റ്റമേഴ്സിന് അറിയില്ല ഇതെല്ലാം ക്യാഷ് ഓൺ ഡെലിവറി ഉള്ള ഐറ്റംസ് ആണെന്നാണ് വിചാരിക്കുന്നത്. ഒരു പരിധിവരെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടില്ല. അവൈലബിൾ ആകുന്ന സമയത്ത് ചിലപ്പം ഇപ്പോൾ കിട്ടുന്നതിനെക്കാട്ടിലും റേറ്റ് മെറ്റീരിയലിന് കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആക്കി കഴിയുമ്പോഴേക്കും നമ്മൾ കൊറിയർ ഓഫീസുകാർക്ക് അതുപോലെ തന്നെ ഡെലിവറി ചെയ്യുന്ന പേഴ്സണിൻ്റെ കമ്പനിക്ക് അങ്ങനെയുള്ള കുറേ കമ്പനികളുണ്ട്. ആ ഒരു കമ്പനികളുമായിട്ട് നമ്മൾ ടൈപ്പ് വെക്കണം. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അവർക്ക് ഒരു എക്സ്ട്രാ ഒരു പ്രൊഡക്റ്റിന് ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ എന്ന രീതിക്ക് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഒരു പെർസെൻറ്റേജും നമ്മുടെ മെറ്റീരിയലിൽ സൈറ്റിൽ അപ്ലോഡ് ആകുന്ന സമയത്ത് അങ്ങനെ വരും. അപ്പോൾ ആ ഒരു മെറ്റീരിയലിൽ വരുമ്പം അപ്പോൾ റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി പറയാത്തത്. മോസ്റ്റ്ലി ഒരു 1500 രൂപയുടെ പ്രൊഡക്റ്റൊക്കെ ക്യാഷ് ഓൺ ഡെലിവറി വെച്ച് കഴിഞ്ഞാൽ ചില കസ്റ്റമേഴ്സ് നമ്മൾ പാക്ക് ചെയ്തിട്ട് അയക്കും, ക്യാഷ് ഓൺ ഡെലിവറി വെച്ചോ എന്ന് പറയും. ചില കസ്റ്റമേഴ്സ് അത് റിസീവ് ചെയ്യില്ല. ആ റിസീവ് ചെയ്യാത്ത സമയത്ത് നമുക്കത് ലോസാണ്. കാരണം വെച്ചാൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്ത് അയക്കുന്നുണ്ട്. അയച്ചതിന് ശേഷം അത് റിട്ടേൺ വരുമ്പോൾ നമുക്ക് ആ ഒരു കൊറിയർ ചാർജും അതുപോലെ തന്നെ നമ്മുടെ പാക്കിങ്ങിൻ്റെ സമയം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് വേസ്റ്റാകും. അപ്പോൾ നമുക്കതുകൊണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ആപ്ലിക്കബിൾ അല്ല കേട്ടോ. അതാണ് ഒരു കാര്യം. പിന്നെ ഇതൊരു 2 പീസ് മെറ്റീരിയലാണ്. പ്യുവർ ജയ്പൂരി കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ 2.5 അതായത് 2.5 മീറ്റർ വീതമാണ് ബോട്ടവും ടോപ്പും വരുന്നത്. ഇത് ബോട്ടം ടോപ്പ് കോൺസെപ്റ്റാണ് കേട്ടോ. 2 ബോട്ടം, ഒരു ബോട്ടവും ഒരു ടോപ്പും വരുന്ന കോൺസെപ്റ്റാണ്. ഇത് നിങ്ങൾക്ക് ഇൻ കേസ് യൂഷ്വലി നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബോട്ടം സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും പ്രിൻ്റഡ് ആയത് കാരണം കൊണ്ട് തന്നെ നമുക്കൊരു ദുപ്പട്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ഒരു
ഷോളും ഒരു പാൻറ്റും വേറെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് വാങ്ങാനായിട്ട് മെറ്റീരിയലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വാങ്ങി ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കോട്ടൺ ഫാബ്രിക്കാണിത്. ഇത് തയ്ച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. നല്ല വെറൈറ്റി പാറ്റേൺസിലൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ഇതും ഓർഗാൻസയുടെ നല്ല ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. റേറ്റ് അറിയേണ്ടവരെല്ലാവരും തന്നെ നമ്മൾ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറിലൊന്ന് വിളിച്ചോളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് യുവർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും തുടർന്നുള്ള വീഡിയോകൾ കാണാനായിട്ടാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം പോവുക. ഇതിൻ്റെ ബാക്കിലുള്ള വീഡിയോയും കാണാനായിട്ട് താല്പര്യമുള്ളവർ കണ്ടു നോക്കൂ.